കണ്ണൂരെത്തി ഞങ്ങൾ ആദ്യം പോകുന്നത് അമ്പലത്തിലേക്കാണ്. പോകുന്ന വഴി തെയ്യം കണ്ടു, ഇറങ്ങി തൊഴുതു. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂരേക്ക് പോകുന്നത്. യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള എനിക്ക് ഈ കണ്ണൂർ യാത്ര ഡബിൾ എക്സൈറ്റ്മെൻ്റ് ആണ് തന്നത്. വീഡിയോസിലും പുസ്തകങ്ങളിലും മാത്രം കണ്ടും കേട്ടും പരിചയമുള്ള തെയ്യം നേരിട്ട് കാണാനായിരുന്നു ആ എക്സൈറ്റ്മെൻറ്റ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, തെയ്യം മാത്രമല്ല, കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് അനുഭവിക്കാൻ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന അമ്പലത്തിലോട്ടുള്ള വഴികൾ പോലും എന്നെ ഒരുപാട് ആകർഷിച്ചു. വണ്ടിയിൽ പോകുമ്പോഴെല്ലാം അവിടുത്തെ ലാൻഡ്സ്കേപ്പ് തന്നെയായിരുന്നു ഞങ്ങളുടെ ചർച്ചാ വിഷയം. സിറ്റിയുടെയൊക്കെ ബഹളങ്ങളിൽ നിന്ന് മാറി നീണ്ടു പരന്നു കിടക്കുന്ന പറമ്പുകളുടെ ഇടയിലൂടെ ഒരു യാത്ര. വേനൽക്കാലത്തും അതിസുന്ദരിമാരായ വെള്ള ആമ്പൽ പൂക്കളെ സംരക്ഷിച്ചു നിൽക്കുന്ന കുളവും എൻ്റെ കള്ളക്കണ്ണൻ്റെ ഐശ്വര്യമുള്ള അമ്പലവും സ്വാദുള്ള അന്നദാനവും കണ്ണിന് നെയ്ച്ച് നല്ല പാൽപ്പായസവും. ഒരു അമ്പലപ്രേമിയായി എനിക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് അല്ലേ? അയ്യോ, മറന്നു, നമ്മുടെ ആമക്കുളത്തെ പറ്റിയും ആമക്കുട്ടന്മാരെ പറ്റിയും പറഞ്ഞില്ലല്ലോ. അവരുമുണ്ട് കേട്ടോ ഈ കഥയിൽ. എന്തായാലും ഒരു മഞ്ചാടിക്കുരുവും കൈക്കുള്ളിലാക്കി ഞാൻ അവിടുന്ന് പോന്നു. കണ്ണൂർ വിശേഷങ്ങൾ ഇനിയുമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.